ബിഗ് ബോസ് മലയാളം സീസൺ 6 നിലവിൽ അവിടെയുള്ള എല്ലാവരുടെയും ഗെയിം കൺട്രോൾ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജിൻഡോ എന്ന മല്ലയ്യ. ഗബ്രിയും ജാസ്മിനും നോറയും രശ്മിനും എല്ലാരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോനെയാണ്. 4 പേര് ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ തെറ്റുകുറ്റങ്ങൾ വിളിച്ചു പറഞ്ഞ് ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ റേഞ്ച് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലൈവിൽ നടന്നത് എന്താണ് എന്ന് ആദ്യം പറയാം. ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചു, ഒരു മീറ്റിംഗ് വെച്ചു. ജിൻഡോ എന്തോ ഭീകര തെറ്റ് ചെയ്തു എന്ന രീതിയിൽ എല്ലാരും കൂടി ടാർഗറ്റ് ചെയ്ത് ബ്ലെയിം ചെയ്ത് ഭിത്തിയെ കിട്ടി. ജിൻഡോനെ പവർ ടീമായിട്ട് ഇനി അംഗീകരിക്കില്ല, ജിൻഡോ ഭയങ്കര തെറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇത് മാത്രമേ എല്ലാവർക്കും പറയാനേ ഉള്ളൂ. ജിൻഡോയുടെ മുന്നിൽ ഈ ചൊറിയുന്ന എല്ലാവരുടെയും ഗെയിം വെറും ശിശുവാണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്കറിയാം. കാട്ടുകോഴിയായിട്ടുള്ള ഗബ്രിയാണ് ജിൻഡോനെ ചിക്കൻ എന്ന് വിളിക്കുന്നത്. പിന്നെ സെക്ഷൽ ഹരാസ്മെന്റിനെ ഭീഷണിപ്പെടുത്തിയെന്ന്. ഇവൻ ഏതാണ് ഈ തൊലിയാർമണിയൻ? സോഫ്റ്റ് ബോൾ എറിഞ്ഞാൽ ഇവന് വേദന എടുക്കും. ഒരാൾ അടുത്തോട്ട് വന്നാൽ പേടിച്ച് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയും. ജിൻഡോ ഗബ്രിയുടെ അടുത്ത് നിന്ന് തന്നെ മിണ്ടും. ഗബ്രിക്ക് അതുകൊണ്ട് പേടിയാവുന്നുണ്ടെങ്കിൽ ഗബ്രി ഈ ഷോ ക്വിറ്റ് ചെയ്ത് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ പുള്ളിക്ക് ഗബ്രിനെ ലിപ് ലോക്ക് ചെയ്യുകയും സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യേണ്ടതുമായ ഒരു കാര്യമില്ല. പുള്ളി ആരാണ് എന്നുള്ളത് പുള്ളിക്ക് അറിയാം. പുള്ളി ആരുടെയും പുറകെ മണപ്പിച്ച് നടക്കാറില്ല, ഗബ്രി നടക്കുന്ന പോലെ. ഇത് കേട്ടപ്പോ എനിക്ക് ചിരിയാണ് വന്നത്. ഒരാൾക്കെതിരെ കുറ്റം ആരോപിക്കാൻ ഒന്നും കിട്ടാത്തോണ്ടാണ് ഇതേപോലുള്ള പാൽക്കുപ്പി കാരണങ്ങൾ പറഞ്ഞ ഒരാളുടെ മെക്കിട്ട് കയറുന്നത്. ഗബ്രി വീണ്ടും എടുത്തുപയോഗിച്ചൊരു വാക്കാണ് മെഴുകും എന്നത്. അപ്പോഴേ അറിയാം ഗബ്രിയുടെ റോൾ മോഡൽ ആരാണ് എന്നുള്ളത്. സിജോയെ പോലെ ഒരെണ്ണം മേടിച്ചു കെട്ടി രണ്ടുപേരും കൂടി പുറത്തേക്ക് വരാനാണ് ഗബ്രി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഗബ്രി ഒരു കാര്യം മനസ്സിലാക്കിയില്ല. റോക്കി അല്ല ജിൻഡോ നിലവിട്ട് ദേഷ്യപ്പെടില്ല റോക്കിയെ പോലെ. എപ്പോഴും ഇമോഷൻസിന് മേലെ ജിൻഡോയ്ക്ക് ഒരു കൺട്രോൾ ഉണ്ട് ഇതുവരെ ഉള്ളതിൽ. ഇനി എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഗബ്രി എന്തേലും പറഞ്ഞ ഒരെണ്ണം മേടിച്ച് കിട്ടും മിക്കവാറും. പിന്നെ ഗബ്രി മോൻ സിജോ ആവാനും നോക്കണ്ട. സിജോയെ റീപ്ലേസ് ചെയ്യാൻ സിജോ അല്ലാതെ വേറെ ആരുമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ഡയലോഗ് ഉണ്ടെങ്കിൽ എടുത്തിടും, അല്ലാതെ വേറെ ആണുങ്ങൾ പറഞ്ഞ മാസ്റ്റർ ഡയലോഗ് ഒന്നും എടുത്തിട്ടാൽ ഗബ്രി ഒരു പാൽക്കുപ്പി ആവാതിരിക്കില്ല. സോഫ്റ്റ് ബോൾ പറഞ്ഞാൽ വേദന എടുക്കുന്ന ഗബ്രിയപ്പോ ഉള്ളവരൊന്നും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നതാണ് എന്റെ അന്നും ഇന്നും ഉള്ള അഭിപ്രായം.